ലൈനിൽ ശ്രീ അനിൽകുമാർ, ഗുഡ് മോർണിംഗ്. കേൾക്കാമോ അങ്ങക്ക്? കേൾക്കാം പറയൂ. ഓക്കെ, ഇപ്പോ എന്താണ് ഈ സ്ഥലത്തെ അവസ്ഥ? എന്താണ്, അങ്ങ് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അവിടെ പോയിരുന്നില്ല. നമ്മുടെ കൗൺസിലർ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഈ വെളുപ്പിനെ മുതല് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു. എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം, ആളപായം ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു മേയർ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം കാണുന്ന ഒരു ആശ്വാസം. കാരണം ഇത്ര ഈ മനുഷ്യർ കിടന്നുറങ്ങുന്ന സമയത്ത് ഇത്രയും വലിയൊരു ലീക്കേജ് ഉണ്ടായാൽ സാധാരണഗതിയിൽ നമുക്കാർക്കും ഇപ്പൊ കണ്ടില്ലേ, അവർക്ക് അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ, അവിടുത്തെ മതിലുകൾ തകർന്നു വീഴുന്നു, വണ്ടികൾക്ക് കേടുപാട് വരുന്നു, വീടുകൾക്കകത്ത് വെള്ളം കയറുന്നു, ആളുകൾ കിടന്നുറങ്ങുന്ന സമയമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ആശ്വാസമായി നിൽക്കുന്നത് ആളപായം ഉണ്ടായിട്ടില്ല, നമുക്ക് സാമ്പത്തികമായ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. രണ്ടാമത്തെ ശ്രീ അനിൽകുമാർ, ഇതിപ്പോ ഈ നേരത്തെ തന്നെ ഇതില് ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു? ഇതിലൊരു വിള്ളലോ പൊട്ടലോ ഒക്കെ നേരത്തെ തന്നെ ദൃശ്യമായിരുന്നോ? എനിക്കറിയില്ല. ഞങ്ങൾ എന്റെ ശ്രദ്ധയിൽ അങ്ങനെ ആരും പെടുത്തിയിട്ടില്ല. കൗൺസിലിൽ അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. ഒറ്റയ്ക്ക് പോലും ആരും അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. 40 കൊല്ലമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ തമ്മനം പമ്പ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടാങ്കിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ടാങ്ക് നമ്മുടെ കൊച്ചി നഗരത്തിലെ ജലവിതരണത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ തമ്മനം പമ്പ് ഹൗസ്. അവിടുത്തെ പൈപ്പുകൾ പൊട്ടുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ആ പൈപ്പുകൾ പൊട്ടുമ്പോൾ തന്നെ റോഡ് മുഴുവൻ തകർന്നു പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊരു വലിയ പരിശ്രമം എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത് വാട്ടർ അതോറിറ്റിയുടെ ഇത്തരത്തിലുള്ള പഴകിയ കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യാൻ അവർ ആവശ്യപ്പെടുന്ന സമയത്തെല്ലാം ഫണ്ട് നൽകുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ആലുവ ജലശുദ്ധീകരണശാല സത്യത്തിൽ കൊച്ചി നഗരത്തിന് വേണ്ടി മാത്രമല്ല, ചുറ്റും കിടക്കുന്ന എല്ലാ മുനിസിപ്പാലിറ്റികൾക്കും എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ഞങ്ങൾക്ക് ആദ്യമായി ഒരു വിദേശ സഹായം കിട്ടിയപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട പങ്ക് ഞങ്ങൾ കൊടുത്തത് ഈ ആലുവ ജലശുദ്ധീകരണശാലയിലെ പഴയ മോട്ടോറുകൾ പുനഃസ്ഥാപിക്കുക, ഇത്തരം കാര്യങ്ങൾക്കായിരുന്നു. അത് വേ ബാക്ക് 98 മുതൽ നടന്നൊരു പ്രോസസ്സാണ്. അത് തീർന്നത് 2005 മറ്റുമാണ്. ഇപ്പൊ തന്നെ നമ്മൾ ഈ കുടിവെള്ള വിതരണത്തിന്റെ പ്രശ്നങ്ങൾ കുറെ അറിയാത്തത് മരട് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഞങ്ങൾ DFIDയിൽ ഉൾപ്പെടുത്തി ചെയ്തുകൊണ്ടാണ്, അല്ല ജയന്യ നിവാസത്തിൽ ഉൾപ്പെടുത്തി ചെയ്തുകൊണ്ടാണ്. ഒരു പുതിയ സിസ്റ്റം വന്നു. ഈ അമൃതിൽ ഞങ്ങൾ ഒരുപാട് റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ ഒന്നും ഇത് ഉയർന്നു വന്നിട്ടില്ല. ഓക്കെ. ഇപ്പൊ നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ ശ്രീ അനിൽകുമാർ, അതായത് അങ്ങ് പറഞ്ഞ പോലെ തന്നെ ആളപായൊന്നും ഉണ്ടാവാത്തത് വലിയ ഭാഗ്യം കൊണ്ട് സംഭവിച്ചത്. കാരണം അത്രയേറെ വീടുകളിലേക്ക് വെള്ളം കയറുന്നതും അതിന് ഈ വലിയ കൂറ്റൻ പൈപ്പല്ലേ, അത് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഈ ജല അതോറിറ്റി ആയിട്ടൊക്കെ അങ്ങ് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, ജല അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടു. പറഞ്ഞപ്പോ തന്നെ ബന്ധപ്പെട്ടു. അവരെന്നെ വിളിച്ചിരുന്നു. അവരെന്നെ വിളിച്ചിരുന്നു. സംഭവങ്ങൾ എന്നെ ബ്രീഫ് ചെയ്തിരുന്നു. അപ്പോ ആദ്യം പിന്നെ ആളപായം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മുടെ പിന്നത്തെ കൺസേൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോഡ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെ മോശമായി. അതിനേക്കാൾ പ്രധാനം ഇനി കുടിവെള്ള വിതരണത്തിന്റെ പ്രശ്നമാണ്. കാരണം ആദ്യം അവിടെ ഒരു വാൽവ് വെച്ച് ഈ ഒരു സൈഡാണ് ഇരുന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു സൈഡിലേക്കുള്ള കുടിവെള്ള വിതരണം അത് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യേണ്ടി വരും. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജലവിതരണത്തെ എങ്ങനെ ബാധിക്കും? അവർ പറയുന്നത് ഇന്ന് അവര് ഇത് മുഴുവനും ഒരു സംവിധാനം ഒരുക്കിയതിന് ശേഷം പറയാമെന്നാണ്. അപ്പോ ഈ ആലുവയിൽ നിന്നുള്ള പമ്പിങ് നിർത്തിവെക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഒരു വലിയ നഗരമല്ലേ, അതില് ഒരു വലിയ പാർട്ടിൽ വെള്ളം എത്തിക്കുന്ന ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു ക്രൈസിസ്, ഒരു വലിയ ക്രൈസിസ് ആണത്. പലപ്പോഴും നമുക്ക് വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെട്ട് വരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ 2-3 ദിവസത്തെ നഗരജീവിതത്തെ തന്നെ ചില സമയത്ത് ബാധിക്കാറുണ്ട്. ഓക്കെ. ഈ ശ്രീ അനിൽകുമാർ, ഒരൊറ്റ കാര്യം കൂടി. അപ്പോൾ ഇന്ന് ഇപ്പം ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വാട്ടർ ടാങ്കാണ് തകർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ജലവിതരണമൊക്കെ ഏറെക്കുറെ മുടങ്ങാനാകും സാധ്യതയല്ലേ? ഒന്നാമത് എങ്ങനെ എത്ര കാരണം ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. കാരണം ഒരു പകുതി കുടിവെള്ള വിതരണത്തെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പകുതി തന്നെ നമുക്ക് പമ്പ് ചെയ്ത് കയറ്റിയാൽ അത് പിന്നെ അതെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ഒരുപാട് കാര്യങ്ങളുണ്ട്, ടെക്നിക്കൽ സാങ്കേതികമായ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒരു വൈകുന്നേരം ബ്രീഫ് ചെയ്യാന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്.